ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. മുഗ്ലായ് ചിക്കൻ അല്ലെ ഹണ്ടി ചിക്കൻ എന്നൊക്കെ പറയും. അതിനു മുൻപായിട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ മാത്രമേ പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അതുപോലെ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ആയിട്ട് നല്ല ഈസി റെസിപ്പിയാണ്. അതുപോലെ നമുക്ക് വീട്ടിൽ നമുക്ക് പെട്ടെന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന റെസിപ്പീസൊക്കെയാണ് ഞാൻ കാണിച്ചു തരുന്നത്. ചോറിനെ കൂടിയും ചപ്പാത്തിനെ കൂടിയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അതല്ലെങ്കിൽ ഗീ റൈസിനെ കൂടിയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഞാൻ ചെറിയ സവാള ആയതുകൊണ്ടാണ് 7 എണ്ണം എടുത്തിരിക്കുന്നത്. അത് വളരെ ചെറുതായിട്ട് നമുക്ക് ഫൈൻ ചോപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. അതുപോലെ ഒരു കുടം വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. അതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ചിക്കൻ എടുത്തിരിക്കുന്നത് ഒരു 1.25 കിലോ ചിക്കനാണ്. അതിൻ്റെ മെഷർമെൻറ്റാണ് ഇവിടെ പറഞ്ഞിരുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളക് പൊടി, ടർമറിക് മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1.5 ടേബിൾ സ്പൂൺ, അതേപോലെ പാകത്തിന് ഉപ്പ്. ഇത്രയും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറെങ്കിലും വെക്കുവാണെങ്കിൽ ആ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ പേസ്റ്റ് നന്നായിട്ട് ആ ചിക്കനിലേക്ക് എബ്സോർബ് ആയി നല്ലൊരു ഫ്ലേവറൊക്കെ ചിക്കനിലേക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കണം. അപ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള സവാള കട്ടിങ്ങും ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാനുള്ള ഒരു സമയം കിട്ടും. ഇനി നമ്മൾ എടുക്കുന്ന മസാലപ്പൊടികൾ, മല്ലിപ്പൊടിയാണ് കൂടുതൽ എടുക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. റെഡ് ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂണും കാശ്മീരി ഒരു 1/2 ടീസ്പൂണും എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ ഹോൾ സ്പൈസസ് ആയിട്ടുള്ള ഏലക്ക, പട്ട, കറയാമ്പൂ ഇത്രയും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വലിയ ജീരകം എടുത്തിട്ടുണ്ട്. വലിയ ജീരകം പൊടിയാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ നെയ്യിലാണ് നമ്മളിതെല്ലാം സോട്ട് ചെയ്യുന്നത്. ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഹോൾ സ്പൈസസ് ഇട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഓണിയനും ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ സവാള സോട്ട് ചെയ്തെടുക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഫൈനായിട്ട് തന്നെ ചോപ്പ് ചെയ്തെടുക്കുന്നത്. ഈ സമയത്ത് ഫെന്നൽ സീഡ്സ്, അതായത് വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ വലിയ ജീരകം പൊടി ഉണ്ടെങ്കിൽ നമ്മൾ ആ മസാല പൊടിയൊക്കെ ചേർക്കണ സമയത്ത് ചേർത്ത് കൊടുത്താലും മതിയാകും. നന്നായിട്ടൊന്ന് സോട്ടായി നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് ആ ചിക്കനും കൂടി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെ ആ ഒരു ചിക്കനും ആ ഒരു മസാലയിൽ സവാളയുടെ ഗ്രേവിയിലൊക്കെ തന്നെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് ചിക്കൻ ഒന്ന് ആ കളർ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും. ചിക്കൻ്റെ ചെറിയൊരു കളർ മാറി വരുമ്പോഴത്തേക്കും ആ സമയത്താണ് നമ്മൾ ബാക്കിയുള്ള മസാലപ്പൊടികൾ എടുത്ത് വെച്ചിട്ടില്ലേ, മല്ലിപ്പൊടി, ആ ഐറ്റംസൊക്കെ അതൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇതാ നോക്കിയേ, ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. എങ്കിൽ പോലും ഒട്ടും അടിയിലൊന്നും പിടിച്ചിട്ടില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെയൊന്നും അടിയിലൊന്നും പിടിക്കാത്തത്. ഇതാ നോക്കിയാൽ നന്നായിട്ടൊന്ന് ആ ചിക്കനിൽ കിടന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. ഈ സമയത്താണ് ഞാൻ പറഞ്ഞത്, വലിയ ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ ഇതിനോടൊപ്പം വലിയ ജീരകം പൊടി ചേർത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഹോൾ സ്പൈസസ് ഒക്കെ ഇട്ടില്ലേ, ആ സമയത്ത് കുറച്ച് വലിയ ജീരകം ഒരു 1/2 ടേബിൾ സ്പൂൺ അധികം വലിയ ജീരകം ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതാണ് നമ്മുടെ മസാലപ്പൊടികൾ. ഒരുപാട് കളറൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് മുളക് പൊടി വേണമെങ്കിൽ ഒന്ന് അവോയ്ഡ് ചെയ്യാം. അതൊന്ന് കുക്കാവട്ടെ. ആ സമയത്തേക്ക് നമ്മുടെ നല്ല കട്ട തൈരുണ്ടല്ലോ അതും കുറച്ച് ഒരു 50 ഗ്രാം കശുവണ്ടിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഈ തൈരും കശുവണ്ടിയുടെയും കൂടി മിക്സ് ഇടുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ്റെ കറിക്ക് നല്ലൊരു കളറ് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ മുളക് പൊടി കുറച്ച് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ നല്ലൊരു ഒരു ഗ്രീൻ ആ ഒരു കളറിലേക്ക് നമുക്ക് ഈ ചിക്കൻ കിട്ടും. ഞാനിവിടെ ചെറിയൊരു കളറും കൂടി കിട്ടട്ടെ എന്ന് വിചാരിച്ചാണ് കശ്മീരി മുളക് പൊടിയും കൂടി ആഡ് ചെയ്തത്. ഞാൻ നോക്കി ചിക്കൻ ഒരു 3/4 ഭാഗം അധികം കുക്കായി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ കശുവണ്ടിയുടെ പേസ്റ്റും കുറച്ച് 3-4 പച്ചമുളക് എരിവിന് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കുറച്ച് സ്ലോ ഫ്ലെയിമിലും കൂടി ഒരു 5 മുതൽ ഒരു 7 മിനിറ്റ് വരെയും കൂടി കുക്ക് ചെയ്തെടുക്കാം. ഇതാ നോക്കി, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മുഗ്ലായ് ചിക്കൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയല്ലേ. ഈ സമയത്ത് കുറച്ച് മല്ലിയില നന്നായിട്ട് ചേർത്ത് കൊടുക്കണം. ഒരു പിടി മല്ലിയില ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കണം. കറിവേപ്പില നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം.
എൻ്റെ കയ്യിൽ കുറച്ച് കുറവായിരുന്നു മല്ലിയില, അതുകൊണ്ടാണ് ഞാൻ കറിവേപ്പില ഇട്ടത്. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം കറിവേപ്പില അവോയ്ഡ് ചെയ്തിട്ട് എല്ലാവരും മല്ലിയില ഇട്ട് ചേർത്ത് കൊടുത്താൽ മതി. നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് പകർത്തിയെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുഗ്ലായ് ചിക്കനാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇഷ്ടമായ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മുടെ പേജ്. എന്നാൽ മാത്രമേ നല്ല നല്ല വീഡിയോസൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ആയിട്ട് കിട്ടുള്ളൂ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.